കഴിഞ്ഞ പ്രാവശ്യം രാമൻ പിള്ളയെ ഫൂളാ, ഇപ്രാവശ്യം പാവ അച്ഛൻ സ്വയം ഫൂളായി. ഇതൊക്കെ വേണുവീട്ടിന്റെ അച്ഛൻ അറിയുമ്പോ ആകെ കുഴപ്പവും. അച്ഛനെല്ലാം അറിയും. നമ്മുടെ കല്യാണ ദേശം അത്ര നേരത്തെ വേണോടാ. കുറെ പിള്ളേരുടെ തന്തകൂടിയായിട്ട് ഞാൻ അറിഞ്ഞ പോലെ. ആദ്യം രാമൻപിള്ളയെ മണ്ടനാക്കി, പിന്നെ എന്നെ മണ്ടനാക്കി. ഇപ്പോഴാ നിന്റെ ഇടപാടൊന്നും ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചു അല്ലേ? നീ അത്ര പെട്ടെന്ന് എസ്റ്റേറ്റിലേക്ക് വരാമെന്ന് സമ്മതിച്ചപ്പോഴേ ഞാൻ കണക്കാക്കി എന്തോ പന്തികേടുണ്ടെന്ന്. നിന്നെ ആരാടി പെണ്ണെ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുന്നേ? ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്. പോകാൻ തയ്യാറായിക്കോ, പോകാൻ. ഞാൻ കൃഷ്ണമേനോനാണെങ്കിൽ നിന്റെ അഴിഞ്ഞാട്ട് എന്റെ മോനോട് നടക്കില്ല. ഹലോ. ഹലോ, ഞാനാണ്. മനസ്സിലായില്ല? കൊള്ള, ഇത്ര പെട്ടെന്ന് മറന്നോ? ഞാനല്ലാതെ പലരും ഇങ്ങനെ ഫോൺ ചെയ്യുന്നുണ്ടാവല്ലേ? ഹലോ സുധ, ഹൗ ആർ യു? ഞാൻ വീട്ടിലില്ലാത്ത കള്ളമൊക്കെ പറഞ്ഞ് ഓടി പിടിച്ച് ഹോസ്റ്റലിൽ വന്നു. എന്നിട്ട് എപ്പോ വന്നെന്ന് പോലും ചോദിക്കാൻ തോന്നിയില്ല. ആ അതെ അതെ. സുധേ, നീ എപ്പോ വന്നു? ഞാൻ ഇന്ന് രാവിലെ എത്തിയതേ ഉള്ളൂ. എന്താ കിഴവന്മാരെ പോലെ സംസാരിക്കുന്നേ? പിന്നെ മൂപ്പിൽസ് എങ്ങനെ ഇരിക്കുന്നു? ഈ കിഴവന്മാർക്ക് പ്രേമൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. മനുഷ്യരെ സന്തോഷമായിട്ട് കഴിയാനും സമ്മതിക്കില്ല. അതെ അതെ, ശരിയാണ്. പിന്നെ മൂപ്പിൽസിനോട് കാശിക്ക് രാമേശ്വരത്ത് പോകാൻ പറഞ്ഞിട്ട് ഉടൻ പാർക്കിലേക്ക് വരണം. ഹോസ്റ്റലിനടുത്തുള്ള പാർക്ക്, മനസ്സിലായോ? ഞാനവിടെ കാത്തു നിൽക്കും. വരണമെന്ന് പറഞ്ഞാൽ വരണം. എന്താ പറഞ്ഞൊന്നും കേട്ടില്ലേ? എന്തോ വരുമോന്ന്? കിഴുവനെ പേടിച്ചായിരിക്കും ഒരു വിരൾച്ച. മൂപ്പിൽസ് എവിടെയെങ്കിലും കാണുമോന്ന് ഭയന്നായിരിക്കും നിരണ്ട് നിൽക്കുന്നത്. വിശ്വസിക്കാനൊക്കില്ല, നാട് നിറച്ച് ചാരന്മാരാണ്. മൂപ്പിൽസ് ഒരു ഭയങ്കര ന്യൂസൻസ് തന്നെ. എന്നാൽ വല്ല വാദവും പിടിച്ചു കിടക്കുമോ? അതും ഇല്ല. വാദം പിടിച്ചു കിടക്കാൻ പോകുന്ന നിന്റെ തന്തയാണ്. അയ്യോ, അങ്ങോ അമ്മാവ. ഞാൻ ആരാടി നിന്റെ അമ്മാവൻ? നീ ആര്, ഞാനാര്? അങ്ങ് വേണുവേട്ടന്റെ അച്ഛൻ, ഞാൻ വേണുവേട്ടന്റെ. ആരുമല്ല. മര്യാദയ്ക്ക് സംസാരിക്കണം. നിന്റെ ഈ നോട്ടവും വാചകവും കൊണ്ട് അവനെ മണ്ടനാക്കാൻ കഴിയുന്ന വരും. പക്ഷെ എന്നെ അതൊക്കെ പോട്ടെ. എത്ര നാളായി തുടങ്ങിയിട്ട്? 3 വർഷം. 3 വർഷമോ? അതെ, അങ്ങയുടെ അനുഗ്രഹത്തോടെ. അനുഗ്രഹത്തോടെ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ. അപ്പോ കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചു എന്റെ മകനെ? ഞങ്ങൾ സ്നേഹിച്ചു പോയി. നീ എന്ത് കണ്ട് അവനെ സ്നേഹിച്ചു? പണത്തെയോ? അങ്ങേക്കാളും വലിയ പണക്കാരുടെ മക്കൾ എന്റെ പുറകെ നടന്നിട്ടുണ്ട്. ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ സ്നേഹിച്ചത് അങ്ങയുടെ പണത്തെയല്ല, വേണുവേട്ടന്റെ ഹൃദയത്തെയാണ്. ഹൃദയമുണ്ടായിരുന്നെങ്കിൽ അവൻ എന്നെ വഞ്ചിക്കില്ലായിരുന്നു. നിന്നെ അവൻ സ്നേഹമൊക്കെ അഭിനയിക്കും. വേണ്ടെന്ന് തോന്നിയാൽ നിന്നെ വിട്ടെറിഞ്ഞ് മറ്റൊരുത്തിയുടെ പുറകെ പോവുകയും ചെയ്യും. വേണുവേട്ടൻ എന്നെ വഞ്ചിക്കില്ല. ഹലോ മിസ്റ്റർ വേണുഗോപാൽ. യെസ് ഡാഡി. സാറ് പീരിമേഡ് അഫയറിന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോന്നോ? ഏത് അഫയർ ഡാഡി? നിർത്തടാ, നിന്റെ വലിയ ബുദ്ധിയൊന്നും എന്നോട് കാണിക്കണ്ട. എന്താ ഡാഡി?
എനിക്കൊന്നും മനസ്സിലായില്ല. ഇതുവരെ നടന്നതെല്ലാം ഈ നിമിഷം മറന്നേക്കണം. അതല്ല, എന്നെക്കാളും എന്റെ ജീവിത സമ്പാദ്യങ്ങളെക്കാളും വലുത് അവളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടറിഞ്ഞു. ആലോചിച്ച് തീരുമാനമെടുക്ക്. ചേട്ടാ, എന്താ ചേട്ടാ ഇങ്ങനെ നോക്കുന്നത്? ഇത് ഞാനാണ്, ജാനു, ചേട്ടന്റെ ജാനു. ജാനു? ചേട്ടാ, വേണുവിനെയും അവൻ സ്നേഹിക്കുന്ന പെണ്ണിനെയും ഇത്ര ദയവില്ലാതെ അകറ്റാൻ ശ്രമിക്കുന്ന ചേട്ടൻ എന്തുകൊണ്ട് നമ്മുടെ കഥ മറന്നുപോയി? ഇല്ല ജാൻ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം എത്രയുണ്ടെന്നറിയാൻ ഒരു ചെറിയ പരീക്ഷ. ജീവിതകാലം മുഴുവൻ എന്റെ ഐശ്വര്യദേവതയായിരുന്നു നീ. നീയുമൊത്ത് കഴിഞ്ഞ ആ ദിവസങ്ങൾ അത് മറക്കാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നു? ഹലോ, ആരാണ്? എന്താ കാര്യം? ട്രെയിനിലോ? ആണെങ്കിൽ എങ്ങനെ തിരിച്ചറിയും? വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഇട്ടിരിക്കുന്നത് അത് തന്നെ. കമ്പാർട്ട്മെന്റ് നമ്പർ 6073 6073. എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ ഫോൺ നമ്പറും അത് തന്നെ. ഓക്കെ 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 ഓക്കെ. സുകുമാരി, സുകുമാരി, എന്താ വിളിച്ചത്? നിനക്ക് ബാങ്കർ കേശവനുവിന്റെ മകനെ അറിയാമല്ലോ? പിന്നെ അറിയില്ലേ, രാമൻകുട്ടി. അയ്യോ, ഇവളുടെ ഒരു പറവി. ആരാണ് ബുദ്ധി കണ്ടടി നിനക്ക്? ഇടി, നമ്മുടെ മകക്കൊരു പയ്യനെ കണ്ടുവച്ചിട്ടില്ലേ? ബാങ്കർ കേശവനുവിന്റെ മകൻ കൃഷ്ണമേനോൻ. അയാൾ ഇന്നിവിടെ വരുന്നുണ്ട്. എന്താ പയ്യന് ജോലി? അയ്യോ, ഇത് നിന്നോട് 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞ കാര്യമാണ്. അവന് അവന്റെ അച്ഛന്റെ ആശ്രിതനായിട്ട് കഴിയാനോ അങ്ങേരുടെ സ്വത്ത് കൊണ്ട് ജീവിക്കാനോ ഇഷ്ടമല്ല. സ്വന്തം പരിശ്രമം കൊണ്ടേ ജീവിക്കൂ എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. കഷ്ടം. തലയ്ക്ക് വല്ല അസുഖവും കാണും. തലയ്ക്കസുഖം അയാൾക്കല്ല, നിനക്ക. ഓ, ട്രെയിനിന് സമയമായല്ലോ. നാരായണ, എന്തോ? താൻ ഉടനെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ത്രിവേന്ദ്രം മെയിലിന് കാത്തു നിൽക്കണം. ശരി മുതലാളി. നിൽക്കുവടോ, പറഞ്ഞു തീരുന്നതിനൊന്നും ഇറങ്ങി പോവുകയാണ്. അങ്ങ് പറഞ്ഞ പോവാതിരിക്കാൻ പറ്റുമോ? അവിടെ പോയി താൻ എന്ത് ചെയ്യും? അങ്ങ് പറയും പോലെ ഒരു വരക്കിട തെറ്റ് ചെയ്യല. എന്നാൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി നമ്മുടെ ഫോൺ നമ്പർ അറിയാമല്ലോ? അറിയാം. അതേ നമ്പറുള്ള കമ്പാർട്ട്മെന്റിൽ നിന്ന് കൃഷ്ണമേനോൻ എന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നിറങ്ങും. നമ്മുടെ ഫോൺ നമ്പറുള്ള കമ്പാർട്ട്മെന്റ്? നമ്മുടെ ഫോൺ നമ്പർ 6073. അത് തന്നെ. അയാൾ എന്റെ വേഷം ഇട്ടുകൊണ്ട് കമ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങും. മുതലാളിയുടെ വേഷമോ? എന്റെ ഷർട്ടിന്റെ കളർ എന്നൊന്നാ. മൂക്കുപൊടി കളർ. അയാൾ മൂക്കുപൊടി കളർ ഷർട്ടും വെളുത്ത പാന്റും ഇട്ട് ഇറങ്ങും. താൻ സൂത്രത്തിൽ സർവ്വ ബുദ്ധി ഉപയോഗിച്ച് അയാളുമായി അടുക്കണം. എന്നിട്ട് നല്ല ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവിടെ കൂട്ടിക്കൊണ്ടുവരണം. മനസ്സിലായി മുതലാളി. എന്ത് മനസ്സിലായി? മൂക്കുപൊടി കളർ കമ്പാർട്ട്മെന്റിൽ നിന്ന് ടെലിഫോൺ നമ്പർ ഷർട്ടുമിട്ട്. അയ്യോ പണ്ടച്ചാരി, അതല്ല. അയാൾ ടെലിഫോൺ നമ്പർ കമ്പാർട്ട്മെന്റിൽ നിന്ന് മൂക്കുപൊടി കളർ ഷർട്ടുമിട്ട് ഇറങ്ങി വരും. മനസ്സിലായോ? പോയി കൂട്ടിക്കൊണ്ടുവാ. കേട്ടോ സുകുമാരി അമ്മേ, അയാൾ ബാങ്കർ കേശവമേനോന്റെ മകനാണെന്നുള്ള വിവരം നമുക്കറിയാമെന്നുള്ള കാര്യം അയാൾ ഒരിക്കലും മനസ്സിലാക്കരുത്. അതായത് അയാളുടെ അച്ഛനാണ് ബാങ്കർ കേശവമേനോൻ എന്നുള്ള വിവരം നമുക്കറിയാമെന്ന് അയാൾ മനസ്സിലാക്കരുത്. വെരി ഗുഡ്, വെരി ഗുഡ്. അവര് വന്നു. വന്നോ? വേഗാവട്ടെ. വന്നോ? പിന്നെ പയ്യൻ എന്നോട് ജോലി ചോദിക്കും. ഞാനില്ല, ജോലിയൊന്നുമില്ല എന്ന് പറയും. നീ അവനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ അയ്യോ കഷ്ടം, കൊടുക്കണം പ്ലീസ് എന്ന് പറയണം. ഏത് ഒന്ന് പറഞ്ഞേ? അയ്യോ കഷ്ടം, കൊടുക്കണം പ്ലീസ്. ജാനകി, മോളെ ജാനകി. എന്താച്ചാ? മോളെ, ആ പയ്യൻ വന്നിട്ടുണ്ട്.
ഞാൻ കാപ്പി കൊണ്ടുവരാൻ പറഞ്ഞു. നീ കാപ്പി കൊണ്ടുവരണം, ചിരി വരണം, മറക്കരുത്. ഏത് ചിരി? ചിരി. ആരാ? എന്താ? നമസ്കാരം. അയ്യോ കഷ്ടം, കൊടുക്കണം പ്ലീസ്. ആരെങ്കിലും നമസ്കാരം പറഞ്ഞാൽ തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ അവൾക്ക് വിഷമമാണ്. അതാണ് കൊടുക്കണം പ്ലീസ് എന്ന് പറഞ്ഞത്. ഏത്? ഞാൻ എന്റെ ചേട്ടന്റെ മകനെ പറ്റി പറഞ്ഞിരുന്നില്ലേ? ഓ, ജോലിക്കാരിയോ? അയ്യോ കഷ്ടം, കൊടുക്കണം പ്ലീസ്. ഏതുവരെ പഠിച്ചു? എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്തിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്താൽ എന്ത് ജോലി ചെയ്യാൻ പറ്റും? എഞ്ചിനീയറിംഗ് തന്നെ. അതെനിക്കറിയാം. ഈ രാജ്യത്ത് തൊഴിലില്ലാത്ത എത്ര എഞ്ചിനീയറിംഗ് ഡിഗ്രിക്കാരുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അങ്ങ് എനിക്കൊരു ജോലി തന്നാൽ വലിയ ഉപകാരമായിരിക്കും. ഓഹോ, അങ്ങ് വിചാരിച്ചാൽ സാധ്യമല്ല. അയ്യോ കഷ്ടം, കൊടുക്കണം പ്ലീസ്. സാധ്യമല്ലെന്ന് പറഞ്ഞില്ലേ? അങ്ങ് മനസ്സ് വെച്ചാൽ അത് നിവൃത്തിയില്ല. അയ്യോ കഷ്ടം, കൊടുക്കണം പ്ലീസ്. ആ ശരി, എന്റെ ഭാര്യ നിർബന്ധിച്ച് പറഞ്ഞതുകൊണ്ട് അതിനെപ്പറ്റി ആലോചിക്കാം. വലിയ ഉപകാരം. നാരായണ, എന്തോ? നാളെ രാവിലെ ഇയാൾ ഓഫീസിലേക്ക് കൊണ്ടുവരും. ശരി മുതലാളി. അയ്യോ കഷ്ടം, കൊടുക്കണം പ്ലീസ്. എന്ത് കഷ്ടം? ഞാൻ സമ്മതിച്ചു കഴിഞ്ഞല്ലേ? ഇവളുടെ സ്വഭാവം ഇങ്ങനെയാണ്. ആരെന്ത് ചോദിച്ചാൽ അപ്പ കൊടുക്കണം. ഞാൻ എത്രയോ പറഞ്ഞിട്ടുള്ളതാണ്, ഇത്രയും ദൈവം പാടില്ല. ജാനകി, മോളോട് കാപ്പി കൊണ്ടുവരാൻ പറയൂ. അവൾ എന്തിനു കൊണ്ടുവരുന്നത്? ഞാൻ കൊണ്ടുവരാം. നിങ്ങൾക്ക് സുഖമില്ല സുകുമാരി അമ്മയെ, നിങ്ങൾ ഇവിടെ ഇരിക്കൂ. നിങ്ങൾ ഇരിക്കണം. നാരായണ, താൻ പോയിക്കൊള്ളൂ. ശരി മുതലാളി. ഇരിക്കണം. ഇതെന്റെ മകൾ ജാനകി. മോളെ, ഇത് മിസ്റ്റർ കൃഷ്ണമേനോൻ, എഞ്ചിനീയർ. അങ്ങക്ക് എന്റെ പേരെങ്ങനെ മനസ്സിലായി? നിങ്ങൾ എന്നെ ഇപ്പൊ പറഞ്ഞല്ലോ. എപ്പോ? പറഞ്ഞു മിസ്റ്റർ മേനോൻ, നിങ്ങൾ മറന്നുപോയിട്ടാണ്. കാപ്പി കുടിക്കണം, കുടിക്കണം. എങ്ങനെയുണ്ട് കാപ്പി? നല്ല കാപ്പി. എന്റെ മകൾ ഉണ്ടാക്കിയതാ. അവൾ എന്തുണ്ടാക്കിയാലും അതിന് പ്രത്യേകിച്ചൊരു കൈപുണ്യമാണ്. മനോഹരമായി വീണയും വായിക്കും. ഏത്? ഞാൻ നാളെ ഓഫീസിൽ വന്ന് കണ്ടോളാം. ഓക്കേ, വരട്ടെ. പയ്യൻ എങ്ങനെയുണ്ട്? ആഹാ, അയ്യോ കഷ്ടം, കൊടുക്കണം പ്ലീസ്. ചെന്നുത്തടി. അവൻ അവന്റെ പാർട്ടിയിൽ പോയി. പിന്നെയും കൊടുക്കണം പ്ലീസ്. ആവശ്യത്തിന് പറഞ്ഞാ പോരെ. വലിയ ഉപകാരം സാർ. ഒരു ജോലി സമ്പാദിക്കുന്നതിനെ പറ്റി ഞാൻ വളരെ വറീഡായിരുന്നു. സാറിനെ പരിചയപ്പെടാൻ സാധിച്ചത് എന്റെ മഹാഭാഗ്യമാണ്. അതാണ് എന്റെ സ്പെഷ്യാലിറ്റി. ഏത്? മനുഷ്യരെ എനിക്കറിയാം. മനുഷ്യർക്ക് ദുഃഖം വരുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ വേണ്ടി ഞാൻ അവിടെ എത്തും. നാളെ തന്നെ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തോളൂ. താങ്ക് യു സാർ. എവിടെയാണ് താമസിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഏതെങ്കിലും ഒരു ലോഡ്ജിൽ ഒരു മുറി കണ്ടുപിടിക്കണം. നല്ല മുറി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. വാടക കൂടുതലും. പോരെങ്കിൽ എല്ലാ ലോഡ്ജുകളിലും മോഷണം. മിസ്റ്റർ മേനോന് വിരോധമില്ലെങ്കിൽ എന്റെ ഔട്ട് ഹൗസിൽ താമസിക്കാം. ഏത്? അത് സാറിന് ബുദ്ധിമുട്ടാവില്ലേ? ഏയ്, വാട്ട് ഡു യു മീൻ? എന്റെ കൂടെ പ്രവർത്തിക്കുന്നവരുടെ സുഖവും സൗകര്യവുമാണ് എനിക്ക് ഏറ്റവും പ്രധാനം. ഇന്നേ അങ്ങോട്ട് പോന്നോളൂ. താങ്ക് യു സാർ. Darling. Darling. ശ്രീമതി, ആ പയ്യൻ നമ്മുടെ ഔട്ട് ഹൗസിൽ താമസിക്കാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ വള്ളം കരയ്ക്കടുക്കുന്നു. ഏത് വെള്ളം? വള്ളമല്ല, കപ്പൽ. നീ മാറ്. ജാനകി, മോളെ ജാനകി, എന്താച്ചാ? നീ നേരെ ഔട്ട് ഹൗസിലേക്ക് ചെല്ലണം. ഔട്ട് ഹൗസിലേക്കോ? എന്തിന്? നീ ഇന്നലെ കണ്ടില്ലേ മോളെ ബാങ്കർ കേശവനുവിന്റെ മകൻ? അയാൾ ചിലപ്പോൾ ഊണ് കഴിക്കാൻ ഹോട്ടലിലേക്ക് പോയേക്കും. അത് പാടില്ല. നീ അയാളെ ക്ഷണിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം. ചെല്ല്. അതിന് ജാനകി എന്തിനു പോണം? ഇവിടെ ജോലിക്കാരില്ലേ? ഓ, നിന്നെപ്പോലൊരു പരമ മണ്ടി. മോള് ചെല്ലു മോളെ. നമ്മുടെ മോള് ഉണ്ണാൻ ക്ഷണിക്കുന്നതോടെ അടുപ്പത്തിന്റെ ആദ്യത്തെ പടവ് കഴിയും. അടുത്ത പടി അവരങ്ങ് പരിചയപ്പെടും. പിന്നെ അറിയാതെ അവരങ്ങ് സ്നേഹിക്കും. അത് ഞാനറിയും. പിടിച്ചങ്ങ് കല്യാണം കഴിപ്പിക്കും.